ഞാൻ ദേ ഇങ്ങനെ ഇരിക്കണ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും മാളും എന്താണ് തലയിൽ ചട്ടിയും കമത്തി വെച്ചിരിക്കണേന്നല്ലേ. സംഭവം എന്താന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഞാൻ ദേ ഈ സ്റ്റെപ്പും കയറി പോണത് എൻ്റെ കൂട്ടുകാരത്തിയുടെ ബ്യൂട്ടി പാർലറിലേക്കാണ് കേട്ടോ. മിറർ ബ്യൂട്ടി പാർലറിലേക്കാണ് ഞാനീ പോണത്. എല്ലാ ദിവസവും നമുക്ക് ഡെയിലി റുട്ടീൻ ചെയ്യാനോ അല്ലെങ്കിൽ ഫേസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ ഒന്നിനും സമയം കിട്ടാറില്ല. രാവിലെ എഴുന്നേറ്റാൽ തന്നെ പിള്ളേരുടെ പുറകെ തന്നെ നടക്കണം. അപ്പം നമുക്ക് വേണ്ടി ഒരു ദിവസം, അങ്ങനെ ഒരു ദിവസം മാറ്റി വെച്ച് ഞാൻ ദേ ഇങ്ങനെ വിദ്യയുടെ അടുത്ത് ചെല്ലും. ചെന്ന വടി തന്നെ പിരിയനെ അങ്ങോട്ട് ത്രെഡ് ചെയ്തു. പിന്നെ നമുക്ക് ഹെയർ സ്പാ ചെയ്യണം, മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം, അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഹെയറൊക്കെ വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. എൻ്റെ ഹെയറിൽ ഇത്തിരി ഓയിൽ കൂടുതലായിരിക്കും കേട്ടോ എപ്പോഴും. അത് തന്നെയാണ് അവളുടെ പരാതി. അങ്ങനെ ദേ ഹെയർ സ്പാ ചെയ്യാനുള്ള ക്രീമെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെയർ സ്പാ ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാലേ മസാജിങ്. അടിപൊളി മസാജിങ് ഉണ്ട് കേട്ടോ. അതിന് വേണ്ടി തന്നെയാണ് ഈ ഹെയർ സ്പാ ചെയ്യാനായിട്ട് ഇരിക്കണത്. ആ മസാജിങ്ങിൻ്റെ സമയത്ത് നമ്മൾ എല്ലാ കാര്യവും മറന്ന് ഒന്ന് റിലാക്സ് ആവും. പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. അവരും ഭയങ്കര ഹാപ്പിയാണെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ ദേ സ്പായുടെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഒന്ന് ആവി കൊള്ളിക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അങ്ങനെ എന്നെ പുഴുങ്ങാലാന്ന് വിചാരിച്ചെന്ന് തോന്നണം അവള്. തല മൊത്തം കവർ ചെയ്ത് അങ്ങ് വെച്ചേക്കണാണ് പുഴുങ്ങാൻ വേണ്ടി. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അവിടെ ഇപ്പോൾ ദേ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലാണ് ഈ കൊടുത്തേക്കണത്. അപ്പോൾ ആവശ്യമുള്ളവർ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഹെയറിൻ്റെ പരിപാടി കഴിഞ്ഞോടെ ഞാൻ പിന്നെ അതേ ഫേഷ്യൽ ചെയ്യാൻ പോയിട്ടാ. വിദ്യനെ വിളിച്ച് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മാളും ഏത് ഫേഷ്യലാണ് ചെയ്യാറെന്ന്. ഞാൻ ചെയ്യാറ് ഗോൾഡൻ ഫേഷ്യലാണ് കേട്ടോ. ഞാൻ ഈ ഫേഷ്യൽ ചെയ്യുന്നത് വേറൊരു ഗുണമുള്ളതുകൊണ്ടാണ് കേട്ടോ. ഈ ഫേഷ്യൽ ചെയ്താൽ എനിക്ക് അപ്പം തന്നെ റിസൾട്ട് കിട്ടാറുണ്ട്. 100% എനിക്ക് റിസൾട്ട് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗോൾഡൻ ഫേഷ്യൽ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത്. ഞാൻ 2 മാസം കൂടുമ്പോൾ ഒരു തവണ പോയി ഫേഷ്യൽ ചെയ്യാറുണ്ട്. അതും ഗോൾഡൻ ഫേഷ്യൽ ചെയ്യുള്ളൂ കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ റിസൾട്ട് ഉടനെ കിട്ടും. മുഖത്തൊരു ഗ്ലോയും എല്ലാം അപ്പം തന്നെ നമുക്ക് കിട്ടും. എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ. പിന്നെ ഓരോ ദിവസം പോകുന്തോറും ആ ഗ്ലോ ഇങ്ങനെ നിൽക്കും. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷവുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഗോൾഡൻ ഫേഷ്യൽ ചെയ്യണത്. അങ്ങനെ അതെ എൻ്റെ ഗോൾഡൻ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ മുടിയൊക്കെ സെറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. സെറ്റ് ചെയ്ത് വന്നപ്പോൾ മുടി കാണാൻ നല്ല ഭംഗിയുണ്ടായിട്ടാ. പക്ഷെ എൻ്റെ കൈക്ക് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ എണ്ണയൊക്കെ ഇട്ട് മുടി ചീത്തേക്കും. പിന്നെ അതെ അവർ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് സൂക്ഷിച്ച് എന്ന് വെച്ചാൽ കാണാമല്ല ആ മുടി സെറ്റ് ചെയ്തത്. അപ്പം അതെ ഇത്രയുള്ള എൻ്റെ വീഡിയോ. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.